നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം അല്ലേ? നിങ്ങളൊക്കെ ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. അജിത് കുമാറിന്റെ ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്, എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭരണകക്ഷി MLA PV അൻവർ. അജിത് കുമാർ മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുകയാണ്. അതിനുവേണ്ടി SP-യുടെ നേതൃത്വത്തിൽ സൈബർ വിംഗ് പ്രവർത്തിക്കുന്നുണ്ട്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന് ആക്ഷേപിക്കുന്നു CPM MLA. ദാവൂദ് ഇബ്രാഹിമാണ് അജിത് കുമാറിന്റെ റോൾ മോഡലെന്നും PV അൻവർ ആരോപിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ഈ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ചർച്ച ചെയ്യുന്നത്. അൻവറിന്റെ ലക്ഷ്യം എന്താണ്? ADGP ക്രിമിനലാണോ? ആഭ്യന്തര വകുപ്പിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ? മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? ഈ ചർച്ചയിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ M ജയചന്ദ്രൻ CPM സഹയാത്രികൻ, ശ്രീ സുഭാഷ് ബാബു റിട്ടയേർഡ് SP, KC ഉമേഷ് ബാബു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ M ജയചന്ദ്രൻ, സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെയല്ല, ഒരു ADGPക്കെതിരെയല്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ വലം കൈക്കെതിരെയാണ് CPM-ന്റെ MLA PV അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതും വെറും ആരോപണമല്ല, ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റിനെ നയിക്കുന്നു. ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ റോൾ മോഡൽ എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്താണ് ഈ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ ഈ സാധാരണഗതിയിൽ പ്രതിപക്ഷ MLA-മാർ പോലും പറയാൻ തയ്യാറാവാത്ത വിധം അസാധാരണമായ ധീരതയോടെയാണ് ഈ അൻവർ, PV അൻവർ MLA ഇന്നലെയും ഇന്നുമായി കുറേ അധികം കാര്യങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഇന്നലെ അവതരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് അദ്ദേഹം അവതരിപ്പിച്ചു. അതിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊരു വിഴുപ്പലക്കൽ എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ചില ഉടച്ചു വാർക്കലുകൾ തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് അത് ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അഭിലാഷേ, അത് ഇതിൻ്റെ തുടർ ചലനങ്ങൾ ഇനി അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അത് പെട്ടെന്നൊന്നും അങ്ങനെ അടങ്ങാൻ വേണ്ടിയല്ലല്ലോ ഭരണകക്ഷി MLA ആയ നിലമ്പൂർ സംസ്ഥാനത്ത് പോലീസ് ഫോഴ്സിൽ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ട് എന്ന് പറയുകയാണ് ഭരണകക്ഷി MLA, CPM MLA. അവർ സ്വർണ്ണക്കള്ളക്കടത്ത് പൊട്ടിച്ച് അതിന്റെ ലാഭവിഹിതം എടുക്കുന്നു, കൊല നടത്തുന്നു. കൊള്ളയും കൊലയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മാൻസ് ഫ്രൈഡേ എന്നറിയപ്പെടുന്ന IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ ജനങ്ങൾ വിചാരിക്കേണ്ടത്? ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ കേരളത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണോ? അല്ല, ഇതാണോ? ഇതുതന്നെയാണ് ഈ ചോദ്യമാണ് പൊതുസമൂഹത്തിലേക്ക് പൊതുവായി ഉയർന്നു വരുന്നത്. ആ ചോദ്യം സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പിൽ നിന്ന് തന്നെയാകുമല്ലോ തിരിയുമ്പോൾ അതിന് ADGP അജിത് കുമാറിനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന വിധമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള P ശശിയാണെന്നും P ശശി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ പരാജയപ്പെടുന്നുവെന്നും സ്ഥിരമായി പരാജയപ്പെടുന്നു എന്നും കൂടെ PV അൻവർ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി CM-ന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും അതിനോടൊപ്പം തന്നെ ADGP അജിത് കുമാറിനെയും നൊട്ടോറിയസ് ക്രിമിനൽ എന്ന് തന്നെയാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്തെ രണ്ടുപേരെ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ യുദ്ധത്തിൽ സ്വാഭാവികമായും ഒരു തീരുമാനം ഉണ്ടാവണം. ഒന്നുകിൽ അൻവർ, അല്ലെങ്കിൽ P ശശി, അജിത് കുമാർ, ADGP അജിത് കുമാർ. ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് CPM-ലും ചെറുതല്ലാത്ത ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ അലോസരങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കൾമിനേഷൻ എന്ന നിലയ്ക്ക് വരുന്നത് ഒന്നുകിൽ P ശശിയും അജിത് കുമാറും കൂടുതൽ കരുത്തരായി അവിടെ നിൽക്കും, അതല്ലെങ്കിൽ അൻവർ ഉന്നയിച്ചതിനൊപ്പം കൂടുതൽ ആൾക്കാർ ചേരാനുണ്ടാവും. എൻ്റെ ഒരു ധാരണയിൽ അൻവർ പറഞ്ഞതിനോട് ചേരാൻ കൂടുതൽ ആൾക്കാർ MLA-മാർ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് അതൊരു ക്ലെൻസിങ്ങിൻ്റെ
ഒരു എലമെന്റ് അതിൽ വരുന്നുണ്ട്. ശരി, ശുദ്ധീകരിക്കപ്പെടണം കേരളം ഭരണം എന്നുള്ളതാണെങ്കിൽ ഈ EGN തൊഴുത്തിനെ ശുദ്ധീകരിക്കാനുള്ള ആർജവവും കരുത്തും ആർക്കാണുള്ളത് എന്നുള്ള പ്രശ്നമുണ്ട്. CPM എന്നുള്ള പാർട്ടിക്ക് അതിന്റെ ആരോഗ്യമുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷെ KC ഉമേഷ് ബാബു, ഒരു പോലീസ് സൂപ്രണ്ട്, ഒരു യുവാവായ പോലീസ് സൂപ്രണ്ട് ഈ PV അൻവറിനോടുള്ള സംഭാഷണത്തിൽ പറയുകയാണ് ADGP MR അജിത് കുമാർ സർവശക്തനാണ് എന്നാണ്. സർവശക്തനായ ADGP, ആ സർവശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് P ശശിയിൽ നിന്നാണ്. എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ P ശശി പറയുന്ന എല്ലാ കാര്യങ്ങളും അജിത് കുമാർ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമായി MR അജിത് കുമാർ മാറി എന്ന് PV അൻവറല്ല പറയുന്നത്, സർവീസിലുള്ള ഒരു പോലീസ് സൂപ്രണ്ട് ആണ് പറയുന്നത്. അദ്ദേഹം തുറന്നു പറയുകയാണ് ടെലിഫോണിൽ. താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? കേരളത്തിലെ ഈ P ശശി, MR അജിത് കുമാർ, അച്യുതണ്ട് പിണറായി വിജയന്റെ നിയന്ത്രണത്തിനും അപ്പുറത്താണോ? പിണറായി വിജയൻ ഇത് കാണാത്തതാണോ, അറിയാത്തതാണോ? അല്ല, ഇത് വാസ്തവത്തിൽ വളരെ അപഹാസ്യമായ ഒരു ഭരണമാണ് കേരളത്തിൽ ഉള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം നമ്മൾ ഈ അധികാരമൊക്കെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഇത് വളരെ അനിവാര്യമാണ്. ഒരു കൊട്ടാര വിപ്ലവം ഉണ്ടാവും, അതാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്നത് ഒരു കൊട്ടാര വിപ്ലവമാണ്. ഇത് തുടക്കം അങ്ങനെയല്ല. അൻവർ ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അൻവർ ആദ്യത്തെ ദിവസം അൻവറിന്റെ അജണ്ട വളരെ ചെറുതായിരുന്നു. അത് അവിടുത്തെ SP-യോടുള്ള കണക്ക് തീർക്കുക. അത് അവിടുത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പരസ്യമായി പ്രസംഗിച്ചിട്ട് അദ്ദേഹത്തിന്റെ 250 കിലോ ഭാരം വരുന്ന റോപ്പ് കട്ടുപോയിട്ട് അതൊന്നും പിടിച്ചെടുത്തു കൊടുക്കാൻ ഒരു താല്പര്യം എടുത്തിട്ടുള്ള SP എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ വളരെ പെറ്റിയായ, അതാണ് ജയേന്ദ്രൻ മനസ്സിലാക്കുന്ന പോലെയല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു MLA ഒക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ കേരളത്തിന് എന്താണ് പറ്റിയത് എന്ന് ആലോചിക്കേണ്ടി വരും. ഇത്രയും പെറ്റിയായ എൻ്റെ ഒരു കളവ്, എൻ്റെ ഒരു സാധനം കളവ് പോയിട്ട് അത് പിടിച്ചു തന്നിട്ടില്ല, അതിന് ഉത്തരവാദി SP ആണെന്ന് ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുന്ന ഒരു MLA-യുടെ ഒക്കെ ഒരു നിലവാരം നമ്മൾ ആലോചിക്കേണ്ടതാണ്. അന്ന് അദ്ദേഹത്തിന് അതുകൊണ്ട് ഈ മലപ്പുറത്തെ ഇപ്പം നിലവിലുള്ള SP-യെ ശരിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ അന്നുള്ളൂ. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ മിനിയാന്നാകുമ്പോഴത്തേക്ക്, ഒരു 3 ദിവസം മുമ്പാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഗോൾ പോസ്റ്റ് മാറുന്നുണ്ട്. അത് അവിടുത്തെ കോമ്പൗണ്ടിലെ മരം കളവ് പോയിട്ടുണ്ട്, അത് പിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ നാടകം നടക്കുന്നത്. അദ്ദേഹം അത് ക്യാമ്പസ് കയറി പരിശോധിക്കാൻ ശ്രമിക്കുന്നു, പോലീസുകാരൻ തടയുന്നു. പിന്നെ അദ്ദേഹം SP ഓഫീസിന്റെ മുമ്പിൽ ഒരു 3-4 പ്ലക്കാർഡുകളും എഴുതി വെച്ചിട്ട് സത്യാഗ്രഹം നടത്തുന്നു. അത് ഇത് കേരള ചരിത്രത്തിലില്ല. ഈ കേരളത്തിലെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ നടക്കില്ല, ഒരിക്കലും നടക്കില്ല. അതിൽ അദ്ദേഹം എന്തൊക്കെയാണ് എഴുതി വെച്ചത്? ADGP MR അജിത് കുമാർ ഒരു ഓൺലൈൻ ചാനലിന്റെ മുതലാളിയിൽ നിന്ന് 2 കോടി റുപ്യ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണമാണ്. ഞാൻ കേരളത്തിലെ ഭരണം എന്ന് പറയുന്നത് സമ്പൂർണ്ണ അപഹാസ്യമായ ഒരു സംഗതിയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. 3 ദിവസം കഴിഞ്ഞു കേരളത്തിലെ ADGP 2 കോടി റുപ്യ കൊടുത്തയാളുടെ പേരുണ്ട്, വാങ്ങിയ ആളുടെ പേരുണ്ട്. വാങ്ങിയ ആളാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ആള്. ഇതിനെതിരെ ഈ ഗവൺമെന്റിന് ഒരു അക്ഷരം പറയാനില്ല. എന്ത് അപഹാസ്യമാണ്! കൊട്ടാര വിപ്ലവമൊക്കെ തീർച്ചയായിട്ടും അധികാരം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കൊട്ടാര വിപ്ലവം ഉണ്ടാവും. ഇതൊരു കൊട്ടാര വിപ്ലവമാണ് എന്നത് പക്ഷെ ജനാധിപത്യം എന്നാണല്ലോ പറയുന്നത്. ജനാധിപത്യമാണെങ്കിൽ 3 ദിവസം കഴിഞ്ഞു ഈ MLA ഇത്രയും ഗുരുതരമായി, ഏതോ MLA ആയിക്കോട്ടെ, ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ, ഇത്രയും കൃത്യമായൊരു ആരോപണം ഉന്നയിച്ചിട്ട് അജിത് കുമാർ മിണ്ടുന്നില്ല. P ശശി ആരോപണം. പിന്നെ അദ്ദേഹം, അതാണ് ഒന്നും കൂടി ഞാൻ കൂട്ടിച്ചേർക്കാം, അദ്ദേഹത്തിന്റെ ഗോൾ പോസ്റ്റ് പിന്നത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് വീണ്ടും മാറുന്നു. പറഞ്ഞോളൂ. അദ്ദേഹത്തിന്റെ ഗോൾ പോസ്റ്റ് വീണ്ടും മാറുന്നുണ്ട്. അത് അദ്ദേഹം പിന്നീട് P ശശിയിലേക്കും മുഖ്യമന്ത്രിന്റെ ഓഫീസിലേക്കും ADGP-യുടെ സ്ഥലത്തേക്കൊക്കെ വരുന്നുണ്ട്. ഇന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരൊക്കെ ദാവൂദ് ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് വരെ പറഞ്ഞു വയ്ക്കുന്ന പോലെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൊല്ലും കൊലയുമാണ് നടക്കുന്നത്, കള്ളക്കടത്താണ് നടത്തുന്നത്. ഏത് ലോ ആൻഡ് ഓർഡറിന്റെ ADGP-യുടെ പണി കള്ളക്കടത്താണ് എന്ന് വരെ പറഞ്ഞിട്ട് ഈ ഭരണത്തിലെ ഒരാൾക്കും ഒരു മിണ്ടാട്ടോ ഇല്ല എന്ന് പറഞ്ഞാല് ഈ കൊട്ടാര വിപ്ലവം എന്ന് പറയുന്നത് ഇതിന് വിധേയമായി തീരുന്നതാണ്. ഇതില് എനിക്ക് ജയേന്ദ്രനോട് വിയോജിക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ക്ലൻസിങ് ഒന്നുമല്ല സർ. ക്ലൻസിങ് എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു ഭരണത്തെ ശുദ്ധീകരിക്കുന്ന പണി ഇങ്ങനെയാണോ നടക്കുക? ഇത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനങ്ങളെ വെല്ലുവിളിക്കുന്ന അപഹാസ്യമായ ഒരു നാടകമാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഈ ഭരണത്തെ കുറിച്ചായി പറയുന്നത്.
ഇതിൽ നമ്മളാണ് ഭരിക്കപ്പെടുന്ന ആളുകളാണ് നമ്മൾ. കേരളത്തിലെ 3-3.5 കോടി ആളുകളെ ഭരിക്കുന്ന ശക്തികൾ, അത് നിയന്ത്രിക്കുന്ന ആള് ഇപ്പം നിയന്ത്രിക്കുന്നില്ല, കഴിഞ്ഞ 3 വർഷത്തിലധികം കാലമായി ഇത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ കൊലയും സ്വകാര്യമായി നടത്തുന്നവരും കള്ളക്കടത്തുകാരും കോടികൾ കൈക്കൂലി വാങ്ങിക്കുന്നവരും ദാവൂദ് ഇബ്രാഹിമിനെ, അത് മാത്രമല്ല ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാതെ പറ്റുമോ? ഇപ്പൊ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ സ്ഥലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നപ്പോ അദ്ദേഹത്തോട് കാര്യങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തിരുന്നത് ഈ ADGP അജിത് കുമാറാണ്. ഈ അജിത് കുമാർ ഇത്ര വലിയ ഒരു രാജ്യാന്തര ഭീഷണിയാണ് എന്ന് ഭരണകക്ഷിയുടെ MLA പറയുമ്പോ കാര്യങ്ങൾ എവിടെയെത്തും? എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ആക്സസിബിലിറ്റി കിട്ടുന്ന തരത്തിൽ മണിക്കൂറുകൾ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കുന്ന സ്ഥലത്തേക്കൊക്കെ എങ്ങനെ കാര്യങ്ങളെത്തിയെന്ന് വിശദീകരിക്കേണ്ട ഗുരുതരമായ പ്രശ്നമുണ്ട്. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറയാൻ പറ്റാത്തത് തീർച്ചയായിട്ടും അവരുടെ സൗകര്യം. പക്ഷേ കേരളത്തിലെ പ്രജകൾ, കേരളത്തിലെ ജനാധിപത്യത്തിനകത്തുള്ള ഈ പറയുന്ന സാധാരണ മനുഷ്യ എന്നുള്ളതിൽ നമ്മളിത് ചോദിക്കേണ്ടതുണ്ട്. ശരി, തീർച്ചയായും ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് PV അൻവർ. കൊലയും നടത്തുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു, സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP കള്ളക്കടത്ത് ഗ്യാങ്ങിന് നേതൃത്വം നൽകുകയാണ് തുടങ്ങി കടന്ന ആരോപണങ്ങളാണ്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിലോ ആദ്യത്തെ ആരോപണം എന്താണെന്ന് അറിയാമോ? VD സതീശനെതിരെ PV അൻവർ ഒരു ആരോപണം ഉന്നയിച്ചു. അദ്ദേഹം കണ്ടെയ്നർ ലോറിയിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുവരുന്നു, അത് ചാവക്കാടേക്ക് കൊണ്ടുവരുന്നു. ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു. അത് കേരളത്തിലെ പോലീസ് അന്വേഷിച്ച് എന്നോടൊരു വാക്ക് ചോദിക്കാതെ കോടതിയിൽ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചാർജ്. അതായത് VD സതീശനെതിരെ ഉന്നയിച്ച ആരോപണം MR അജിത് കുമാർ ഇടപെട്ട് മുക്കി, അല്ലെങ്കിൽ അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിഷമം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രശ്നം. വിശ്വസിക്കുകയാണെങ്കിൽ എല്ലാം വിശ്വസിക്കണം, വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒന്നും വിശ്വസിക്കരുത്. അപ്പോൾ ജപ്പാനിലേക്ക് കേരളത്തിൽ നിന്ന് നീരാവിയായി പോകുന്ന പിന്നെ കാർമികങ്ങളെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ ജപ്പാനിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇവിടെ ശ്രീ VD സതീശനെതിരായി അദ്ദേഹം പറഞ്ഞിരുന്ന ആരോപണങ്ങൾ ആ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരായി പറഞ്ഞ ആരോപണങ്ങൾ ഭരണപക്ഷത്തെ ഒരു MLA പോലും ഏറ്റുപിടിച്ചില്ല എന്ന് ഞാൻ താങ്കളോട് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മാത്രമായ ആരോപണമായി നിലനിന്നിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ പോലീസിനെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച്, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്കും അദ്ദേഹം കടത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇവിടെ നമ്മുടെ ചോദ്യം, ഇവിടെ അദ്ദേഹം പറയുന്നു, P ശശിയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, P ശശിയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. P ശശി ഇവിടെ ചിലരുടെ കൈപ്പിടിയിലാണ്, മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് P ശശിക്കെതിരായിട്ട് നിരവധിയായ ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് P ശശിയും ADGP MR അജിത് കുമാറും എന്നും വളരെ സ്പെസിഫിക്കായി പറയുന്നു. ഈ MR അജിത് കുമാറും ഒരു മാധ്യമപ്രവർത്തകനെന്ന ഭാവേന പിന്നെ സ്വപ്ന സുരേഷിൻ്റെ കേസിനകത്ത് പിന്നെ സന്ധി സംഭാഷണത്തിൽ പോയതൊക്കെ നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ട്. ഇവിടെ എൻ്റെ ചോദ്യം, ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA വളരെ പരസ്യമായി പറയുന്നു, ഇവിടെ DGPയും ADGPയും തമ്മിലുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, DGP ആരാണെന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല, പേര് ചോദിച്ചാൽ അറിയില്ല. കാരണം അദ്ദേഹത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇവിടെ പ്രസക്തി മുഴുവൻ ശ്രീ MR പിന്നെ അജിത് കുമാറിനാണ്. സൂപ്പർ DGPയും സൂപ്പർ മുഖ്യമന്ത്രിയുമാണ്. അല്ലെങ്കിൽ സൂപ്പർ ആഭ്യന്തരമന്ത്രിയായ പദമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. ആർക്കാണ്? P ശശിക്ക് കൊടുക്കാം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി P ശശിയും സംസ്ഥാനത്തിൻ്റെ DGPയായി MR അജിത് കുമാറും ഇവിടെ വിലസുമ്പോൾ ഭരണപക്ഷത്തെ ഒരു MLA പരസ്യമായി വന്ന് പറയുന്നു, അദ്ദേഹം നേരത്തെ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ, ഏറ്റവും അവസാനം അദ്ദേഹം വന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ MR അജിത് കുമാർ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ഒരു കേസ് അട്ടിമറിച്ചു എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തേത്, MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുന്നത്, അദ്ദേഹം ഈ ഇത്തരം അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ പിന്നെ കളത്തിലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ ഭരണകക്ഷി MLA പറയുന്നത്. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, അതായത് രാജ്യദ്രോഹ കുറ്റം. എന്തിനാണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സ്പെഷ്യൽ പിന്നെ ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് ശ്രീ ശിവശങ്കറിനെ അവിടെ നിയോഗിച്ചിരുന്നത്, അദ്ദേഹം ഏത് കേസിലാണോ പ്രതിയായിട്ടുള്ളത്, അതുപോലെ തന്നെ MR അജിത് കുമാർ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് കൂട്ടുനിൽക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റേ പേരും പറയുന്നുണ്ട്, സുജിത് പേരും പറയുന്നുണ്ട്. അതിനപ്പുറം MR അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ അളിയനും ഉൾപ്പെടെയുള്ളവർ ഈ നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ഭരണപക്ഷത്തു നിന്നുള്ള MLA ആണ്. അതിനപ്പുറത്തേക്ക്
കൊല നടത്തിക്കുന്നവനാണ്, അതായത് കൊലപാതകം ചെയ്യിക്കുന്ന ആളാണ് എന്ന് ഒരു അഡീഷണൽ DGPയെ കുറിച്ച്, ലോ ആൻഡ് ഓർഡറിൻ്റെ അഡീഷണൽ DGP MR അജിത് കുമാറിനെ കുറിച്ച് ഭരണകക്ഷി MLA പറയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് മന്ത്രിമാരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളുടെ നേതാക്കന്മാരുടെ, മാധ്യമ സ്ഥാപനങ്ങളിലെ പിന്നെ റിപ്പോർട്ടർമാരുടെ ഉൾപ്പെടെ പിന്നെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫോൺ ചോർത്തൽ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ADGP നേരിട്ട് അദ്ദേഹത്തിന്റെ ജ്യോതികുമാർ, ഈ പറഞ്ഞ ഫോൺ ചോർത്തൽ ഒഴികെയുള്ള ആരോപണങ്ങളൊക്കെ വിശ്വസനീയമാണോ എന്നൊരു പ്രശ്നമുണ്ട്. കടത്തി അടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 2 കോടി രൂപ കോഴ വാങ്ങി ആരുടെ അടുത്തുനിന്ന്? മറുനാടൻ മലയാളിയുടെ ഉടമസ്ഥൻ ഷാജൻ വിശ്വസനീയമാണോ? ഞാൻ ചോദിക്കുന്ന അഭിലാഷ് അല്ല, ഒരുപാട് ആരോപണങ്ങൾ. താങ്കൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനും താങ്കളും തമ്മിലല്ല ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. ഇത്രയും നേരമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന, അദ്ദേഹത്തിന് വേണ്ടി കൈ ഉയർത്തുന്ന ഒരു MLA ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അതിന് എന്നോടല്ല ചോദിക്കേണ്ടത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ്. മുഖ്യമന്ത്രി എന്തേ മറുപടി പറയുന്നില്ല? അതിന് മറ്റാരോടും നമ്മൾ തമ്മിൽ ചർച്ച ചെയ്ത കാര്യമുണ്ടെന്നേ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഇവിടെ ഇടതുപക്ഷത്തിനോട് ഇപ്പോൾ സംസാരിക്കാൻ വന്ന ജയചന്ദ്രൻ അദ്ദേഹം തുടങ്ങിയത് എങ്ങനെയാണ്? PV അൻവർ ധീരമായ നടപടിയാണ് സ്വീകരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുന്നത്. ധീരമായ നടപടിയെന്ന്. അപ്പോൾ PV അൻവർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ധീരമായ നടപടിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എത്ര ഹീനകരമായ പ്രവൃത്തിയാണ് എന്ന് പറയാതെ പറയുകയാണ് ജയചന്ദ്രൻ, അല്ലേ? മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണെന്നും അതിനൊരു തിരുത്തൽ ശക്തിയായി ഇവിടെ പിന്നെ അൻവർ അവതാരം ചെയ്തിരിക്കുന്നു എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നും മുഖ്യമന്ത്രിയും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നതും സമൂഹത്തിന് നിരക്കാത്തതാണെന്നും അല്ലേ പറഞ്ഞു വെക്കുന്നത്? ശരി, ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചോട്ടെ. ഇനി സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു SP കുറിച്ച് എന്താ പറയുന്നത്? അദ്ദേഹം യഥാർത്ഥത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഈ പിന്നെ സുജിത് ദാസ് നേരത്തെ കസ്റ്റംസിലുണ്ടായിരുന്നെന്നും അദ്ദേഹം ഇപ്പോൾ പോലീസിൽ വന്നതിന് ശേഷം മലപ്പുറത്ത് SP ആയിരിക്കുമ്പോൾ കസ്റ്റംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പുറത്തു വെച്ച് സ്വർണ്ണക്കടത്തുകാരെ പിടികൂടുമെന്നും ആ പിടികൂടുന്നതിൽ വലിയൊരു ശതമാനം, 60 മുതൽ 70% വരെ അദ്ദേഹം കൈക്കലാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വർണം പൊട്ടിക്കൽ, ആ സ്വർണം പൊട്ടിക്കൽ കേസിൽ സംസ്ഥാനത്തെ ഒരു SP ഉൾപ്പെടെയുള്ള സംഘമുണ്ട് എന്നും അദ്ദേഹം പറയുമ്പോൾ ഇതിനപ്പുറത്തേക്ക് അൻവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. അൻവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള ഫോൺ അദ്ദേഹം ചോർത്തി എന്ന് പറയുന്നു. അദ്ദേഹം അതിന് സമ്പത്ത് മുഴക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം പലരുടെയും പിന്നെ എന്താ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസ് സേനയിൽ ഉൾപ്പെടെയുള്ളവരെ ഗൗരവമുള്ള കാര്യങ്ങളല്ലേ? അൻവർ ഇങ്ങനെ ഞാൻ ഫോൺ ചോർത്തി എന്ന് പരസ്യമായി ഒരു MLA പരസ്യമായി കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതൊരു കേസെടുക്കാനുള്ള ആർജവം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കണ്ടേ? ഒരു MLA പരസ്യമായി കേരളീയ സമൂഹത്തോട് പറയുന്നു ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയിരിക്കുന്നു. എന്ത് നടപടിയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്? അറിയണ്ടേ കേരളത്തിലെ ജനങ്ങൾക്ക്? പറയണ്ടേ മുഖ്യമന്ത്രി? ശരി, ഒരാളും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല. ശ്രീ സുഭാഷ് ബാബു, എനിക്ക് അറിയാനുള്ളത് ഭീകരമായ കാര്യങ്ങളാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിന്റെ വസ്തുതയെക്കുറിച്ച് ഉറപ്പിക്കുന്നില്ല. പക്ഷേ എന്റെ സംശയം ഇത് നടക്കുമോ എന്നാണ്. മലപ്പുറം SP കുറിച്ച് പറയുകയാണ്, മലപ്പുറത്ത് SP ആയിരുന്ന ആളെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം മുൻപ് കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരം കിട്ടും. ആ വിവരമനുസരിച്ച് കസ്റ്റംസിൽ നിന്ന് പിടിക്കാതെ വിടും. അങ്ങനെ സ്വർണം കൊണ്ടുവരുന്ന ആളുകളെ വഴിയിൽ വെച്ച് പിടിക്കും. 25 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കും, ബാക്കി 15 കസ്റ്റംസിന് കൊടുക്കൂ. സ്വർണം പൊട്ടിക്കലായി ഈ ലാഭം എന്നിട്ട് കസ്റ്റംസും ഈ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി പങ്കിടുമെന്ന്. ഇങ്ങനെ കൊട്ടേഷൻ സംഘത്തെ മാതിരി, ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ മാതിരി കേരളത്തിലെ പോലീസ്, അത് IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ചിന്തകൾക്കപ്പുറത്താണ്. അങ്ങനെ സാധിക്കുമോ? അങ്ങനെ നടക്കുമോ? നടക്കുന്നതാണോ ഇതൊക്കെ? അല്ല, അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു ആരോപണമുണ്ട്. അത് ഈ കസ്റ്റംസിനെ സംബന്ധിച്ച് കസ്റ്റംസ് ഇങ്ങനെ പരസ്പര സഹായികളായി നിന്നിട്ട് ഇതേമാതിരി സ്വർണം ഈ എയർപോർട്ടിനുള്ളിൽ നിന്ന് പിടിക്കാതെ അതിൻ്റെ ഉള്ള ആളുകളെ പുറത്തേക്ക് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് പിടിക്കുന്നുവെന്നും പോലീസ് നിരവധി കേസുകൾ, അതായത് കിലോ കണക്കിന് സ്വർണം പോലീസ് പുറത്തുനിന്ന് പിടിക്കുകയും ആ പിടിച്ച കേസുകളിൽ ഒരു പ്രത്യേക സംഘമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസാഫ് എന്ന് പറഞ്ഞൊരു സംഘം. അതിനോടുകൂടി സഹകാരികളായിട്ട് കുറച്ച് കൊണ്ടോട്ടി പ്രദേശത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുമായിട്ട് ഒരു സിൻഡിക്കേറ്റ് രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ ചെയ്യുന്നുവെന്ന് അവിടെ പരസ്യമായ രഹസ്യമാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയുന്നുണ്ട്. നമ്മളോടും പറഞ്ഞിട്ടുണ്ട് ഇത് പിടിക്കുന്നത് വെറുതെ ഒന്നുമല്ല, ഇതേമാതിരി ഇവർ നമ്മളൊരു ഒത്തുകളിയാണെന്നൊക്കെ അവർ വെറുതെ നമ്മളോട് ഒരു പാസിങ് കമൻ്റായിട്ട് നമ്മൾ വിശേഷം എന്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത്. അതിപ്പം അതിൽ അഭിലാഷ് പോയാലും അത് അവർ പറഞ്ഞു തരും, ഇപ്പോഴും പറഞ്ഞു തരും. അപ്പോൾ അങ്ങനൊരു സാഹചര്യം അവിടെ ഉണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതേമാതിരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന് അന്വേഷണം അവിടെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നത തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സംഭവ്യമാണോ എന്ന് ചോദിച്ചാൽ സംഭവ്യമാണ് എന്ന് നമുക്ക് ആ മുൻ സംഭവങ്ങളിൽ നിന്ന് ഏകദേശം ഊഹിക്കാവുന്നതാണ്. കാരണം
മുമ്പൊന്നും ഇല്ലാത്തത്ര ഭീമമായ രീതിയിലുള്ള കള്ളക്കടത്തുകൾ എയർപോർട്ടിൻ്റെ പുറത്ത് വന്നതിന് ശേഷം എയർപോർട്ട് പ്രിമിസസിൽ വെച്ച് തന്നെ പിടിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആകസ്മികമായിട്ട് ഇത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതല്ല, വ്യക്തമായിട്ടൊരു കിട്ടിയ വിവരശേഖരണത്തിന്റെ വിമാനത്താവളത്തിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കാരിയർമാരിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച്. അപ്പൊ കേരള പോലീസിലെ ഒരു സംഘം ക്രിമിനലുകളായി പ്രവർത്തിക്കുകയാണ്. ആ ആരോപണം തന്നെ ശ്രീ സുഭാഷ് ബാബു അൻവർ എം.ആർ. അജിത് കുമാർ എന്ന സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ADGP-ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്മാർക്ക് ഈ ബിസിനസ്സാണ്, സ്വർണത്തിന്റെ ബിസിനസ്സാണ്, അതിന് തെളിവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കേരളം ഇപ്പോ കണ്ടതിനപ്പുറത്ത് ഇനി എന്താണ് കാണാനിരിക്കുന്നത്, ഇനി എന്താണ് കേൾക്കാനിരിക്കുന്നത് എന്ന പ്രശ്നമുണ്ട്. അപ്പൊ പോലീസിന്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, കള്ളക്കടത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തു ഭീകരമായ അവസ്ഥയാണത്. തീർച്ചയായിട്ടും അത് എം.ആർ. അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹമാണ് പോലീസിൻ്റെ ആദ്യത്തെ അവസാനത്തെ വാക്ക്. അപ്പോൾ അവരുടെ ഉള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ DGP-ക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം എല്ലാം സർവാധിപത്യം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. സർവാധിപതിയായിട്ട് പോലീസിൽ വാഴുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. കാരണം നമ്മളിപ്പം നേരത്തെ ശ്രീമാൻ ഉമേഷ് ബാബു പറഞ്ഞു, ഞാനും അത് അതിശയിച്ചു പോയി. കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചീഫ് സെക്രട്ടറിയും DGP-ആണ്. അദ്ദേഹത്തിനെ അനുധാവനം ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആശയവിനിമയം നടത്തേണ്ടത്. അതിനകത്ത് അങ്ങനെ ഒരു വ്യക്തി ആ ചിത്രത്തിലെ കാണുന്നില്ല. ഇദ്ദേഹമാണ് ഇത് മുഴുവൻ കൈയാളുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈസ് എ സൂപ്പർ DGP എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹമാണ് അധികാരം കൈയാളുന്നതെന്നും അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ ഈ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹത്തിനെതിരെ ആരും പറയാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു കിങ്കറിനായി നിന്നിരിക്കുന്ന മലപ്പുറത്തെ പഴയ SP ശ്രീ സുജിത് ദാസ് തന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ കുമ്പസാരം എന്നുള്ള രീതിയിൽ MLA അടുത്ത് പറയുന്ന കാര്യം നമ്മൾ കേട്ടു. അന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരു സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അധപ്പതനം എന്ന് പറയുന്നത് ലജ്ജാകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിത്തോന്നു. സുഭാഷ് ബാബു, എനിക്ക് അതിനകത്ത് ചോദിക്കാനുള്ളത് ഈ എന്ന് പറയുന്നത് യങ്ങായിട്ടുള്ള യുവാവായിട്ടുള്ള ഒരു IPS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരുപാട് പരിചയമുള്ള ഉദ്യോഗസ്ഥനല്ല, പക്ഷെ അദ്ദേഹം പ്രധാനപ്പെട്ട പൊസിഷനിൽ നിൽക്കുന്നത്. അദ്ദേഹം പറയാണ്, എനിക്ക് ആലോചിക്കാൻ പോലും, അജിത് സാറിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പോലും പേടിയാണെന്ന്. അതായത് IPS തലപ്പത്തിരിക്കുന്ന, ഈ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ആലോചിക്കാൻ പോലും പേടിയാണെന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്. എന്തൊരവസ്ഥയാണിത്! ഈ സർവാധിപതി എന്ന് തലവെട്ടാൻ അധികാരമുള്ളവനെ ആൾ ഭയപ്പെടില്ലേ? കാരണം അദ്ദേഹം വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും കേരള പോലീസിൽ ആഭ്യന്തര വകുപ്പിലില്ല. അതൊരു സത്യമാണ്. അപ്പോൾ സുജിത് ദാസ് പറയുന്നത് നമുക്കതിനെ വിസ്മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊരു സത്യമാണ്, അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് എന്നാൽ എല്ലാ ആളുകൾക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആജ്ഞാനവർത്തിയെ ആശ്രിതനായിട്ട് നിൽക്കാത്ത ഒരാൾക്കും കേരളത്തിലൊരു സ്ഥലത്തും പോസ്റ്റിംഗ് കിട്ടില്ല. ഏത് പോസ്റ്റിലായാലും ശരി, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സ്വാധീനത്തിൽ മറ്റു രീതിയിൽ കിട്ടുന്നതല്ലാണ്ട് ഒരു ഉന്നത ശ്രേണിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ജില്ലാ പോലീസ് മേധാവി മുതൽ മുകളിലോട്ടുള്ള ഏത് പോസ്റ്റിലേക്കും, അതായത് ലോക്കൽ പോലീസിൻ്റെ ഭാഗമായിട്ട് വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൺകറൻസ് ഇല്ലാതെ പോസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് നമുക്ക് വളരെ ഏതാണ്ടൊരു 3 വർഷമായിട്ട് നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്നാൽ തന്നെയും ഇങ്ങനെയുള്ള ആളുകളെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹം സുജിത് ദാസ് പോയത് എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. ഈ മേഖലകളിൽ, അതായത് കള്ളക്കടത്തൊഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും വളരെ വ്യാപകമായ രീതിയിൽ കറപ്ഷൻ നടത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് അദ്ദേഹം ട്രാൻസ്ഫർ കൊടുത്തതും വാങ്ങിയതും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ശരി, അദ്ദേഹം ഈ ഒരു അപവർത്തിച്ചത് ചാടിയതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്ന നീരസവും അമർഷവും വിദ്വേഷവും ഒക്കെ ഇതേമാതിരിയുള്ള ഈ MLA-ക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. കാരണം അദ്ദേഹം അവിടെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് അൻവർ വിവരം ശേഖരിക്കുന്നത് എന്നുള്ള കാര്യം നീചമായ രീതിയിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതുണ്ട് എന്ന് മാത്രമല്ല, പല ഫോൺ റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നു. ശ്രീ M. ജയേന്ദ്രൻ, പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇപ്പോ P. ശശി, M.R. അജിത് കുമാർ സർവാധിപത്യമാണ്. എന്തൊരു മാറ്റമല്ലേ? പിന്നെ അഭിലാഷേ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞിട്ടെ. CPM ഈ ചർച്ചയ്ക്ക് പോകാൻ എന്നോട് നിർദ്ദേശിച്ചിട്ടില്ല കേട്ടോ. എന്നെ ടാഗ് ചെയ്തിരിക്കുന്ന CPM എന്നാണ്. അനാവശ്യമായി ഒരു ആശയക്കുഴപ്പം CPM-ന് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യം ഈ ചർച്ചയില്ലല്ലോ. ഒന്ന് തിരുത്താം. അത് തെറ്റിപ്പോയതാണ്. താങ്കൾ നിരീക്ഷകൻ, സഹയാത്രികൻ എന്നുള്ള നിലയിലാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്.
അതൊക്കെ ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. CPM എന്ന് പറഞ്ഞാൽ CPM-ന്റെ ആൾക്കാർ തെറ്റിദ്ധരിക്കും മനസ്സിലായി. ഇങ്ങനെ മാറ്റാം. ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇപ്പം ജ്യോതികുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു തിരുത്ത് ജ്യോതികുമാറിനോടുള്ളത്, താങ്കൾ വ്യാഖ്യാനിച്ചതുപോലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചത് ജ്യോതികുമാർ കുറച്ചുകൂടെ കാര്യങ്ങളെ സ്പഷ്ടമായി വിശദീകരിക്കുമെന്നാണ് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, ഭരണകക്ഷി MLA-ക്ക് ഇത്തരത്തിൽ ഗൗരവതരമായ ഒരു വിമർശനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ അത് ആഭ്യന്തര വകുപ്പൂടെ കൈയാളുന്ന മുഖ്യമന്ത്രി എടുത്ത് ഒന്നുകിൽ പറയണം, അതല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എടുത്ത് പറയണം, അല്ലെങ്കിൽ രണ്ടുപേരുടെ എടുത്ത് രേഖാമൂലം എഴുതി കൊടുക്കണം. ഇതാണ് ചെയ്യും എന്ന് നമ്മൾ കരുതുന്നത്. പക്ഷേ അതിന് പകരം ഇന്നലെയും ഇന്നുമായിട്ട് പത്രസമ്മേളനങ്ങളാണ്, അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകളുടെ ഭാഗങ്ങളാണ് അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അതെന്താണ് മനസ്സിലാക്കേണ്ടത്? ആ കാര്യം ജ്യോതികുമാർ പറഞ്ഞില്ല. ഞാൻ അദ്ദേഹം പിണറായി വിജയനെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് എന്റെ നിർവാഹമില്ലായ്മയാണ്. പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നത് എന്നൊരു CPM-ന്റെ MLA-ക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം എനിക്ക് മനസ്സിലായില്ല. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ അൻവറിൻ്റെ പ്രശ്നമല്ല പറഞ്ഞത്, ഞാൻ ജ്യോതിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതിരിക്കട്ടെ, ഞാൻ അത് പറഞ്ഞുള്ളേ ഉള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ, ഈ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ അജിത് കുമാറിൻ്റെ കാര്യം ഉമേഷ് ബാബു അല്ലേ പറഞ്ഞത്, അവിടെ പ്രധാനമന്ത്രി വന്നപ്പോൾ കഴിഞ്ഞ മാസം 10-ാം തീയതി പ്രധാനമന്ത്രി അവിടെ വരുമ്പോൾ, വയനാട്ടിൽ വരുമ്പോൾ വിശദീകരിക്കുന്നത് ഇദ്ദേഹമാണ്. ശരിയാണ്, ഇദ്ദേഹത്തിന് ഈ അജിത് കുമാറിന് BJP-യുമായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ടും നേതൃതലത്തിൽ അടുത്ത ബന്ധങ്ങളാണ് ഉള്ളത് എന്നാണ് വിവരം. അതുണ്ട്. അപ്പോൾ ഈ പ്രശ്നം അൻവർ MLA, PV എന്ന് പറയുന്ന പോലെ ഭരണകക്ഷിയുടെ MLA ഇത് പൊതുജന മധ്യത്തിലേക്ക് എക്സ്പോസ് ചെയ്യണം എന്ന് വെച്ച് പുറത്ത് വിടുമ്പോഴേക്ക് അതിന് മറ്റ് മാനങ്ങളുണ്ട് അഭിലാഷേ. നിശ്ചയമായി അതിനാണ് ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു മാനമെന്ന് പറഞ്ഞാൽ, ഇത്ര എക്സ്പോഷർ വരുമ്പോഴേക്ക് ഈ ബാക്കിയുള്ള ഇദ്ദേഹത്തെ നിരന്തരം കേന്ദ്ര തലത്തിലും മറ്റിടങ്ങളിലും ഒക്കെ സംരക്ഷിച്ചു പോരുന്ന മറ്റു ചില ലോബിയിസ്റ്റുകളുണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സുണ്ട്, ഒക്കെയുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം പഴുതുകൾ കൂടെ അടച്ചുകൊണ്ടാണ് ഒരു പ്രതിരോധം ഇവിടെ അടയ്ക്കുന്നതിന് മുമ്പ് പിണറായി വിജയനോട് നേരിട്ട് പറയണ്ടേ ഇദ്ദേഹം കുഴപ്പക്കാരനാണ്, ദാവൂദ് ഇബ്രാഹിമിന്റെ സ്കൂളിൽ പഠിച്ച ആളാണെന്നൊക്കെ. ഇപ്പോൾ അദ്ദേഹത്തെ ADGP-യുടെ താക്കോൽ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ക്രമസമാധാന ചുമതല നൽകിക്കൊണ്ട് മറ്റ് ലോബിയിസ്റ്റുകളെ നിയന്ത്രിക്കാൻ പോകുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ KC ഉമേഷ് ബാബു മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം സർവൈലൻസിനെ കുറിച്ചാണ്. അൻവർ പറയുന്നത് ശരിയാണെങ്കിൽ MR അജിത് കുമാറിന്റെ ആഭിമുഖ്യത്തിൽ ഒരു IPS ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിൽ ഫോൺ ചോർത്തൽ സംവിധാനം സൈബർ സെൽ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ മാധ്യമപ്രവർത്തകരുടെയും എതിർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും ഒക്കെ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. മുമ്പും അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മന്ത്രിമാരുടെയും ഫോൺ ചോർത്തുന്നു എന്നാണ് CPM MLA പറയുന്നത്. CPM മന്ത്രിമാരടക്കമുള്ള മന്ത്രിമാരുടെ ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു CPM MLA പറയുമ്പോൾ നമ്മളൊരു സർവൈലൻസ് സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. ബിഗ് ബ്രദർ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിമാർക്ക് പോലും വ്യത്യസ്തമായ അഭിപ്രായം അവരുടെ ചിന്തകളിൽ പോലും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അല്ല, അത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന പേരല്ല, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണത്. അത് അൻവർ പറഞ്ഞിട്ട് അറിയണ്ട. എനിക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു സർവൈലൻസ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടെന്നും ടെലിവിഷൻ ചാനലുകൾ വരെ ആവർത്തിച്ച് വരുന്ന ആളുകളുടെയൊക്കെ എക്യുപ്മെന്റ്സ് ചെക്ക് ചെയ്യപ്പെടുകയാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം ഞങ്ങളൊക്കെ ഈ പറയുന്ന ചില സാങ്കേതിക ജോലികൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് ഞങ്ങൾക്കിത് വേഗം മനസ്സിലാവും. എങ്ങനെയാണ് നിങ്ങളുടെ ഫോണ് വേറൊരാളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അത് ഇങ്ങനെ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് എനിക്കൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്കൊക്കെ അറിയാം. അത് അൻവർ പറയേണ്ട കാര്യമില്ല. ഫോൺ വ്യാപകമായി ചോർത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ നിർഭാഗ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു പൗരനാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ മാധ്യമ ലോകം ഇതിനെയൊക്കെ വളരെ ലഘുവായിട്ടാണ് സമീപിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം ആരോപണം വന്നപ്പോൾ ഓർമ്മയുണ്ടല്ലോ, പെഗാസസിൻ്റെ ഒക്കെ കാര്യം വന്നപ്പോൾ ഭൂകമ്പമായിരുന്നു. പക്ഷെ പെഗാസസിൻ്റെ പഴയ പതിപ്പുകൾ ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റ് മാത്രമല്ല വാങ്ങിച്ചിട്ടുള്ളത്, വേറെ ചിലരും വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അന്നേ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒന്നും പിന്തുടർന്നു പോകാൻ നിർഭാഗ്യവശാൽ കേരളത്തിലെ മാധ്യമ ലോകത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, കാരണം നമ്മുടെ ഒരു വെള്ളരിക്ക റിപ്പബ്ലിക്കാണ്. പക്ഷെ ഇന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അൻവർ ഇന്നത്തെ ദിവസം വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നടക്കുന്നത് കൊട്ടാര വിപ്ലവമാണ്.
കൊട്ടാരത്തിന്റെ ഒരു പിന്തുണയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നില്ല. കൊട്ടാരത്തിന്റെ പിന്തുണയിലേക്ക് നടക്കില്ല. കാരണം ഇന്ന് വൈകുന്നേരം പോലീസ് ആസ്ഥാനത്ത് ഉയർന്ന ഈ പറയുന്ന പോലീസുകാരുടെ യോഗമൊക്കെ ചേർന്നിട്ട് ഈ അജിത് കുമാറിനെതിരായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വാർത്ത കൃത്യമാണെങ്കിൽ DGP ഒന്ന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കൊട്ടാര വിപ്ലവമാണ് നടക്കുന്നത്. പക്ഷേ ഈ കൊട്ടാര വിപ്ലവം സഹിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. കേരളത്തിലെ പൗരസമൂഹത്തിനില്ല, കേരളത്തിലെ പൗരന്മാർക്കില്ല, കേരളത്തിലെ മാധ്യമ ലോകത്തിനില്ല. അതുപോലെ തന്നെ ഞെട്ടിക്കുന്ന കാര്യമാണ് അൻവർ പറഞ്ഞത്. ഞാൻ ഇനിയും ഫോൺ ചോർത്തുന്നു, അൻവർ ഫോൺ ചോർത്തുന്നുകൊണ്ട് അവകാശപ്പെട്ടിട്ടുണ്ട്. അൻവർ ഇനിയും ഫോൺ ചോർത്തെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അൻവർ പുറത്തു വിട്ടിട്ടുള്ള റെക്കോർഡിംഗ് ഒക്കെ നോക്കിയാൽ ടോപ്പ് എൻഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ചോർത്തിയതാണെന്ന് സാങ്കേതിക കാര്യങ്ങൾ അറിഞ്ഞാൽ എന്നവർക്കറിയാം. ടോപ്പ് എൻഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചാണ് ചോർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബഗ്ഗിങ്, ഈ പറയുന്ന പണിയെടുക്കുന്നത്, ഞാൻ മുമ്പൊരിക്കൽ ഓർമ്മിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെയുള്ള ചെറിയ പണികളുടെ പുറത്താണ് ഒരു പ്രസിഡന്റിന്റെ പണി പോയത് അമേരിക്കയിൽ. നിക്സൺ, വാട്ടർ ഗേറ്റ് സ്കാൻഡൽ. ഞാനൊരു ദിവസം കുറച്ച് മാസം മുമ്പ് ഒരു ടെലിവിഷൻ ചാനൽ വിശദമായി വിശദീകരിച്ചതാണ്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകാൻ ശ്രമിക്കുന്നില്ല. ഒരു സർവാധിക, നമുക്കറിയാലോ അമേരിക്കൻ പ്രസിഡന്റ് എത്ര വലിയ ആളാണ്. അങ്ങനെ ഒരാൾക്ക് അയാളുടെ പണി പോയത് ഈ പറയുന്ന ചില പണികൾ ചെയ്തിട്ടാണ്. എങ്ങനെയാണ് അൻവറിന് ഇതൊക്കെ ചോർത്താൻ കഴിയുന്നത്? അൻവറിനെ ആരാ സഹായിക്കുന്നത്? അൻവറിന് അതിനെന്താണ് അവകാശം? ഈ കൊടിയ നിയമം, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചെയ്തിട്ടേ ഉള്ളൂ. ഈ പറയുന്ന പാർട്ടിയുടെ, തന്റെ എതിർ പാർട്ടിയുടെ ആസ്ഥാനം ബഗ് ചെയ്യാൻ ശ്രമിച്ചതിനാണ് അമേരിക്കൻ പ്രസിഡന്റ് രാജിവെക്കേണ്ടി വന്നത്. പക്ഷെ അത് അന്വേഷിച്ചു പോകാനും അവർക്ക് പിന്തുണ കൊടുക്കാനും പത്രപ്രവർത്തകരും അതിനുള്ള പത്ര മുതലാളിമാരും ഉണ്ടായിരുന്നു ആ നാട്ടില്. അതാണ് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഇക്കാലം എനിക്ക് അറിഞ്ഞുകൂടാ. അക്കാലത്തെ കുറിച്ച് ഗംഭീരമായ പഠനങ്ങൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഞെട്ടിക്കുന്ന ഒരു ജനാധിപത്യ ഒരു നാഗരികതയുടെ സാന്നിധ്യം അന്നത്തെ കാലത്ത് കാണാൻ കഴിയും. ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിൽ അത് ഇല്ലാതെ പോയിരിക്കുന്നു. ആരാണ് ഈ അൻവർ? CPM-ന്റെ ആരോ ആയിരിക്കാം, MLA ആയിരിക്കാം. അയാൾക്ക് ഇതൊക്കെ ചെയ്യാൻ എന്താ അവകാശം? അയാൾ ഇപ്പൊ എന്റെയോ നിങ്ങളുടെയോ ഫോൺ, ഈ അഭിലാഷിന്റെ ഫോൺ ചോർത്തുന്നില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതിനാരാണ് സഹായിക്കുന്നത്? ഇത് ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏറ്റവും വലിയ, ഇപ്പൊ സെൻട്രൽ ഏജൻസികൾ ചോർത്തുന്നുണ്ട്. അതിന് പോലും നിയമാവലികളും കൃത്യമായിട്ട് എപ്പോ ആരുടെ ഫോൺ എങ്ങനെ ചോർത്തണം അതിന്റെ പുറത്താണല്ലോ കുറച്ച് കൊല്ലം മുമ്പ് ഈ ഉത്തരേന്ത്യയിൽ വലിയ 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 എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഈ കേരളത്തിലെ ആളുകളുടെ ഫോൺ ചോർത്തുന്നു എന്ന് ഇങ്ങനെ പത്രസമ്മേളനത്തിൽ പറയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പത്രപ്രവർത്തകർ ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല, ഇയാൾ ആരാണ് ഈ ചെയ്യാൻ? അങ്ങനെ ചോദിക്കാൻ ശീലിക്കണം. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് ആളുകൾ, നിക്സണോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ചോദിക്കാറുണ്ട് അവിടുത്തെ പത്രക്കാര്, ഇയാൾ ആരാണ് ഇത് ചെയ്യാൻ, ഇത്രയും കൊടിയ നിയമലംഘനം നടത്താൻ ഇയാൾ ആരാണെന്ന് ചോദിക്കേണ്ടതുണ്ട്. കാരണം കൊട്ടാര വിപ്ലവം കൊട്ടാരത്തിന്റെയും ആ പാർട്ടിയുടെയും പ്രശ്നമാണ്. അത് നമ്മുടെ വിഷയമല്ല. കൊട്ടാരത്തിന്റെ ആളുകളല്ല നമ്മളായിരുന്നു. നമ്മള് ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ പൗരന്മാരായിട്ട് കേരളത്തിൽ താമസിക്കുന്ന ആളുകൾ അല്ല. ഇത് വലിയ പ്രശ്നമാണ്, വലിയ മാനങ്ങളുള്ള. നമ്മൾ ഇപ്പൊ 2 ദിവസമായിട്ട് പലപ്പോഴും ആളുകൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ ലോകമൊക്കെ കാണുന്നത്, ഇതെന്തോ ഒരു CPM-ൽ എന്തോ ഒരു ചെറിയ പൂക്കളമ തർക്കം അതുണ്ടാകും. അതിപ്പോഴും ഉണ്ട്. BP ജയരാജനെ പുറത്താക്കിയാലും അത് വേറൊരു കാര്യം. ഇതല്ല, ഇതിനേക്കാളൊക്കെ പോകുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ പൗരൻ ഉറപ്പ് നൽകപ്പെടുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട, അതാണ് അജിത് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ. അജിത് കുമാർ നാളെ നമ്മളെ കൊന്നളഞ്ഞാൽ എന്ത് ചെയ്യും? ഇയാൾ പറയുന്നു ആരെയും കൊണ്ടുപോയി കൊല്ലും. കൊന്നയാളെ, കാണാതായ ആളെ കൊന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ഒരാളെ കാണുന്നില്ല, അയാളെ കൊണ്ടുപോയി കൊന്നിട്ടുണ്ടാവും. ഇത് ചെറിയ കാര്യമാണോ ഇത്? തീർച്ചയായും ഒരിക്കലും അല്ല, ചെറിയ കാര്യമല്ല, ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. ഇന്ന് ശ്രീ ജ്യോതികുമാർ ചാമക്കാല PV അൻവർ എന്ന CPM-ന്റെ MLA പറയുകയാണ്, ഞാൻ മുഖ്യമന്ത്രിയെ ഒരു പിതാവിനെ പോലെയാണ് കാണുന്നത്, ഒരു മകന്റെ ധർമ്മം എന്ന കാര്യമാണ് ഞാൻ നിറവേറ്റുന്നത്. എൻ്റെ ജീവൻ അപകടത്തിലായേക്കാം, പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയെ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കില്ല എന്ന്. നമ്മൾ സീരിയലിലെ ഡയലോഗല്ല ഈ കേൾക്കുന്നത്, സിനിമയിലെ ഡയലോഗല്ല ഈ കേൾക്കുന്നത്, നമ്മുടെ ആധുനിക കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ഞാൻ കൊലയ്ക്ക് വിട്ടുകൊടുക്കില്ല, ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം എന്ന ഒരു MLA-ക്ക് പറയേണ്ടി വരുന്ന ഒരു മാഫിയ സ്റ്റേറ്റിലേക്കൊക്കെ നമ്മൾ മാറിപ്പോയോ? അതോ ഇത് അതിശയോക്തിയാണോ? ശ്രീ PV അൻവർ അത് പറയുമ്പോൾ അദ്ദേഹം ആരെയാണ് ചെറുതാക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചാൽ നന്നായിരിക്കും. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി, സർവ്വ സൈന്യാധിപൻ, തനിക്ക് മുകളിൽ വേറെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത രീതിയിൽ ഉഗ്രപ്രതാപിയായി നിൽക്കുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാൻ PV അൻവർ എന്ന MLA അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷി ഉപയോഗിച്ചും വക്രബുദ്ധി ഉപയോഗിച്ചും പോലീസിൻ്റെ ഫോൺ ചോർത്തി രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ ഒട്ടും യോഗ്യനല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് PV അൻവറിന് പോലും അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു,
സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടത്തുകയും ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഒരു സ്വന്തം പാർട്ടിയിലെ MLA ആണെന്ന് ഒരു MLA പരസ്യമായി പറയുന്നെങ്കിൽ അത് കേട്ടുകൊണ്ട് ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നെങ്കിൽ പിന്നെ എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് മറ്റൊന്നും പറയാനില്ല. അതാണ് എൻ്റെ വസ്തുത. ഇവിടെ നോക്കൂ, ഇവിടെ പിന്നെ നമ്മുടെ ശ്രീ M. ജയചന്ദ്രൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോയി. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയോട് പരാതിപ്പെടണം. എന്താ ഇന്ന് പറയാതെ പറഞ്ഞു വെച്ചത് PV അൻവർ? താൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. താൻ പറയുന്ന ഒന്നും കേൾക്കാതെ അല്ലെങ്കിൽ P. ശശിയിലും MR അജിത് കുമാറിലും മാത്രം മുഖ്യമന്ത്രി വിശ്വസിച്ച് നിൽക്കുന്നു. എനിക്ക് മറ്റു മാർഗമില്ലാത്തതുകൊണ്ട് ഞാൻ പരസ്യമായി പറയേണ്ടി വന്നു. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി എനിക്ക് നിയമവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അവിടെ ജയചന്ദ്രൻ പറഞ്ഞെന്താ? ജയചന്ദ്രൻ പറയുന്നത് ഇദ്ദേഹത്തിന് BJPയുമായും ഇദ്ദേഹത്തിന് കോൺഗ്രസുമായും ഒക്കെ ബന്ധമുണ്ട്. ആർക്കാ? MR അജിത് കുമാറിന്. അതുകൊണ്ടാണ് ഒരു പക്ഷേ MR അജിത് കുമാറിനെ പ്രധാനമന്ത്രിയോടൊപ്പം അന്ന് വിട്ടതെന്നാണ്. ഈ പ്രധാനമന്ത്രി ചോദിച്ചോ ഇന്നെ IPS ഉദ്യോഗസ്ഥനെ എന്നോടൊപ്പം വിടണമെന്ന്? പ്രധാനമന്ത്രി പറഞ്ഞോ DGP വേണ്ട, എനിക്ക് അഡീഷണൽ DGP മതിയെന്ന്? പ്രധാനമന്ത്രി പറഞ്ഞോ DGP ADGP ലോ ആൻഡ് ഓർഡർ മതി എനിക്ക് ഇക്കാര്യങ്ങൾ വിവരിക്കാനെന്ന്? അതാരാ തീരുമാനിച്ചത്? ഈ പിന്നെ വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോൾ അവിടെ ഇതിൻ്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരുന്നത് ഈ ADGPക്ക് തന്നെയാണ്. ചുമതല സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. അദ്ദേഹം മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസും അദ്ദേഹവും തമ്മിൽ നടക്കുന്ന അവിടെ ആ പിന്നെ പ്രദേശങ്ങളിലൊക്കെ പോകുന്നതും അതിൻ്റെ PR വർക്കും ഒക്കെ നമ്മൾ ഒത്തിരി കണ്ടതാ. അവിടുത്തെ സർവാധികാരിക്കാരൻ അദ്ദേഹമായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ശ്രീ ജയചന്ദ്രൻ പറയുമ്പോൾ ജയചന്ദ്രൻ മനസ്സിലാക്കേണ്ടത് PV അൻവർ പഴയ കോൺഗ്രസ്സുകാരനാണെന്നേ. PV അൻവർ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം അതിനുശേഷം DICയിൽ പോയി. അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ CPM സ്വതന്ത്രരായി കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു, 2 പ്രാവശ്യം ജയിപ്പിച്ചു. നിങ്ങൾ ഏറ്റെടുത്തതാ, നിങ്ങൾ അനുഭവിക്കുന്നേ, നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ PV അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ, അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ, ഇതിനെ സംബന്ധിച്ചൊന്ന് പ്രതികരിക്കാൻ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം ഒരു MLA, വെറും ഒരു രാഷ്ട്രീയക്കാരനല്ലോ പറഞ്ഞേ, സ്വന്തം സന്തത സഹചാരിയായ ഒരു MLA, ഇടതുപക്ഷത്തിൻ്റെ MLA, CPMൻ്റെ സ്വതന്ത്ര MLA, ആ MLA അത് പറഞ്ഞിട്ട് അതിലെ ശരിയും തെറ്റും പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് ഇതുവരെ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? എന്ത് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം? ഇതിന് ഉത്തരവാദിത്വപരമായി ഇതിന് മറുപടി പറയേണ്ട ഭാഗത്ത് നിന്ന് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല. പോലീസിൻ്റെ DGP എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. മുഖ്യമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എന്തെങ്കിലും പിന്നെ പ്രതികരണം വന്നോ? ഇല്ല. ഏതെങ്കിലും മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചോ? ഇല്ല. നമ്മൾ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ശരിയാണ് ശ്രീ സുഭാഷ് ബാബു. ഒപ്പം ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് എത്ര വ്യാപകമാണ് താങ്കളുടെ അനുഭവത്തിൽ? ഇപ്പോൾ സർവൈലൻസ് ഉണ്ടെന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാം. സർക്കാരിന് ചില വിവരങ്ങൾ അറിയാനുണ്ടായിരിക്കുമല്ലോ. ഇതിപ്പോൾ സ്വന്തം മന്ത്രിമാരെ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. PV അൻവർ പറയുകയാണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ ഫോണും ചോർത്തുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ഫോൺ ചോർത്തുന്നത് പോലെയല്ല, അതിനപ്പുറത്തുള്ള മാനങ്ങൾ മന്ത്രിമാരുടെയും മുന്നണിയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ആളുകളുടെയൊക്കെ ഫോൺ ചോർത്തുമ്പോൾ ഉണ്ടല്ലോ. അതൊരു പൊതു പതിവാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവിടെ ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഭരണകക്ഷിയിലുള്ള അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾക്കെതിരെ മറ്റ് രീതിയിലുള്ള പ്രചാരണങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കുപ്രചരണങ്ങളോ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുന്നത് സാധാരണമായി മാറിയിട്ടുണ്ട്. കാരണം പണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ജർമ്മനിൽ പിന്നെ നമ്മൾ ഒരു എക്യുപ്മെൻ്റ് ആദ്യം വാങ്ങിച്ചു, അത് കഴിഞ്ഞിപ്പം പെഗാസസ് വാങ്ങിച്ചോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. വാങ്ങിച്ചുകൊണ്ടുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരുടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ പോലീസിൻ്റെ നടപടികളും അവരെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി അവരുടെ ഫോൺ ചോർത്തുന്ന ഏതോ ഒരു സംവിധാനമുണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതിപ്പം പ്രതിപക്ഷമായാലും ശരി ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളായാലും ശരി സംശയിക്കുന്ന ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ ഇവരെ സംബന്ധിച്ചുള്ള ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ ഈ ADGP ആണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലും ആധിപത്യത്തിലാണ് അവിടുത്തെ പിന്നെ സൈബർ വിഭാഗം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും ശരിയാ, നിയമരഹിതമായ കാര്യമാണ്, നിയമവിരുദ്ധമാണ്, ഒരു ക്രിമിനൽ കുറ്റവുമാണ്. അല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ ഈ ഫോൺ ടാപ്പിംഗ് എന്നുള്ളത് സുഭാഷ് ബാബു പണ്ടേ ഉള്ള കാര്യമാണ്. പക്ഷെ ഫോൺ ടാപ്പിങ്ങിനപ്പുറത്ത്
കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെഗാസസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെഗാസസ് ചെയ്യുന്നത് ഒരാളുടെ ഫോണിൽ പെഗാസസ് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ ആ ഫോണിന്റെ നിയന്ത്രണം ഈ പറയുന്ന മാൽവെയർ ഏറ്റെടുക്കുകയാണ്. അത് ഫോൺ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുക മാത്രമല്ല, ഒരു മനുഷ്യനെ സമ്പൂർണ്ണമായി സർവൈലൻസിൽ നിർത്താൻ, അയാളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റും. അതുപോലും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാമോ? എനിക്കറിയില്ല കേട്ടോ. അൻവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാകാൻ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ആളുകളെയും ഈ നേതൃസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെടുകയും അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അവസരത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയമായിട്ട് തന്നെ പല ആളുകളെയും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത്. എങ്ങനെ അവർക്ക് വിവരം കിട്ടുന്നു? നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ കാരണം മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ ഹിയർ ടു ഹിയർ എന്ന് പറയുന്ന സംവിധാനത്തിലൊന്നും കേരള പോലീസ് അത്ര വലിയ വൈദഗ്ധ്യമൊന്നുമില്ല. പിന്നെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രീതിയിലെ കമ്മ്യൂണിക്കേഷനിൽ കൂടെ കിട്ടുന്ന വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ശരി, അത് പൂർണ്ണമായിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ സ്പൈയിങ്ങിൽ പെഗാസിൻ്റെ അല്ല, പെഗാസിൻ്റെ 3 ജനറേഷൻ എന്തോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേതെങ്കിലും പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഇക്വിപ്മെൻറ്റ് വാങ്ങിച്ചാൽ മതിയാവും. അതേ നമ്മളിവിടെയൊക്കെ അത് ആവശ്യമുണ്ടാവുള്ളൂ. അങ്ങനെയുള്ള സാധനം ഇല്ല എന്ന് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള സാധനം മറ്റ് രാജ്യങ്ങളിൽ വെച്ചിട്ട് തന്നെ ഇവിടുന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ല സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും സംവിധാനത്തിൽ വേണം. ഇപ്പോൾ നമ്മുടെ ഫോൺ സംഭാഷണത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയുകയേ വേണ്ട, അത് ആ സിസ്റ്റത്തിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കും. അങ്ങനെയുള്ള സിസ്റ്റം എൻ്റെ അടുത്തുണ്ടെന്ന് തന്നെ MLA പിന്നെ അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ആര് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഫോണിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും. എനിക്ക് ആവശ്യമുണ്ട് ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് കളയും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ എന്തായാലും ശരി, അതിനൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പക്ഷേ അത് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരസ്യമാക്കപ്പെട്ടിട്ടില്ല. അത് രഹസ്യമായിട്ട് തന്നെയാണ്. അതെന്തായാലും ശരി, പുറത്തേക്ക് വരേണ്ട കാര്യമില്ല. എന്തായാലും സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വിദഗ്ധമായ സംവിധാനങ്ങളുണ്ട്. അത് നമുക്ക് മനസ്സിലായിക്കൊണ്ട് ഇപ്പോൾ പലപ്പോഴും ഈ തീവ്രവാദികളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഹൈഡ് ഔട്ട്സ് കണ്ടുപിടിക്കുന്നതിനൊക്കെ ഈ സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് നമുക്ക് കേരളത്തിൽ തന്നെ അനുഭവസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടൊരു ഘടകമായി മാറിയിരിക്കുന്നു. കാരണം ടെററിസ്റ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വലിയൊരു അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സാമ്പത്തിക കുറ്റം UAPA പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പം ADGP ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, അത് ഇനിയും ഇങ്ങനെയുള്ള കാര്യം പുറത്തു വന്ന സ്ഥിതിക്ക് എന്തായാലും അങ്ങനെയുള്ളൊരു സംവിധാനത്തിലൂടെ ഇവരൊക്കെ ഒരു സ്കാനിങ് എന്തായാലും ഉണ്ടാകാൻ തീർച്ചയായും ഒരുപാട് സംശയങ്ങൾ ബാക്കി നിർത്തുന്നുണ്ട് അൻവറിന്റെ സംഭാഷണം. അൻവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അൻവറിനോട് കുറെ ചോദ്യങ്ങളുണ്ട്. ആരെയാണ് കൊന്നുകളഞ്ഞത്? ആരെയാണ് ഇല്ലാതാക്കിയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. ആരാണ് സർവൈലൻസ് നടത്തുന്നത്? പക്ഷെ അദ്ദേഹം അതിനൊന്നും ഉത്തരം തരാൻ ഇവിടെ ഇല്ല. ശ്രീ M. ജയചന്ദ്രൻ, ഒപ്പം അദ്ദേഹം സ്വയം ജീവനിൽ പേടിക്കുന്നു. അങ്ങനെ ഒരു MLAക്ക് ജീവനിൽ പേടിക്കേണ്ട ക്രൈം സിൻഡിക്കേറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ക്രമസമാധാനം ഉണ്ടോ? ജനങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷ എന്ന ചോദ്യം മൗലികമായി അവിടെ ഉയർത്തേണ്ടി വരും. മുഖ്യമന്ത്രി കൊലച്ചതിക്ക് വിധേയമാവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. P. ശശി ഭക്ഷണമല്ലേ കഴിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ബോധ്യമില്ലാതെ ചെയ്യുന്ന ആളല്ല എന്ന് പറയുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഡാൻസ് ഓഫ് എന്ന പേരിൽ മലപ്പുറത്ത് ഒരു സ്ക്വാഡ് ഉണ്ടാക്കി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നു പോലീസ്. ഇങ്ങനെ കേരളം ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾ ഒരു MLA പറയുമ്പോൾ സർക്കാരിന് അതേക്കുറിച്ച് പ്രതികരിക്കാനുള്ള ബാധ്യതയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് അതിലൊരു വർത്തമാനം പറയാനുള്ള ബാധ്യതയെങ്കിലും സർക്കാരിനില്ലേ? ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷുടെ പത്രസമ്മേളനത്തിൻ്റെ ഒടുവിൽ ഈ വിഷയം വന്നത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സാധാരണഗതിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയോട് ഇത്തരമൊരു ചോദ്യം വന്നാൽ മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ആ തരത്തിൽ പറയാൻ പാടില്ലായിരുന്നു, അതിനെ സംബന്ധിച്ച് പാർട്ടി ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്, ആ നിലയ്ക്കാണ് പറയുക. ഇവിടെ ഗോവിന്ദമാഷ് പറഞ്ഞത് പാർട്ടി അത് പരിശോധിക്കും എന്നാണ് പറഞ്ഞത്. ഏത് ഈ പിന്നെ ADGPക്കെതിരെയും മറ്റേ പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫറായി പോയ SP-ക്കെതിരെയൊക്കെയുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലം ഇന്നലെ അത്രേ വന്നുള്ളായിരുന്നല്ലോ, അത് പറഞ്ഞു. ഇന്ന് പക്ഷേ ഒരു പടി കൂടെ കടന്ന് അൻവർ വേറെ ചില കാര്യങ്ങളൂടെ പറഞ്ഞതോടുകൂടി മുഖ്യമന്ത്രി DGPയോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉടനെ തന്നെ. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയും ഇന്നലെ പാർട്ടി സെക്രട്ടറിയും പാർട്ടിയും സർക്കാരും രണ്ട് കൂട്ടരും ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് ഭാഗികമായി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് പിന്നെ എങ്ങനെ പരിശോധിക്കും എന്നാണ് ഗോവിന്ദമാഷ് പറഞ്ഞതോടെ ഗോവിന്ദമാഷക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ആരും ചോദിച്ചില്ല, അദ്ദേഹം പറഞ്ഞുമില്ല.
പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് പരിശോധിക്കാനുള്ളത്? പല സംവിധാനങ്ങളും ഉണ്ടല്ലോ പാർട്ടിക്ക്. അതേസമയം മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് DGPയോടാണ് ആവശ്യപ്പെട്ടത്, റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടത്. ആ റിപ്പോർട്ട് ഉടനെ തന്നെ കൊടുക്കുമായിരിക്കാം. ആ റിപ്പോർട്ട് വന്നു ആകുമല്ലോ ബാക്കി നടപടി. എന്തായാലും പിന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഞാൻ കരുതുന്നത് ഈ പ്രശ്നം പിന്നെ ഒരു ഭാഗത്ത് PV അൻവർ എന്ന MLAയും മറുഭാഗത്ത് ആരോപിക്കപ്പെട്ടവരായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും അപ്പുറത്തെ ADGP അജിത് കുമാറും. അപ്പോൾ ഈ അജിത് കുമാറും പിന്നെ P ശശിയും മാറ്റപ്പെടുമോ? അൻവറിനെതിരെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാറ്റപ്പെടൽ നടപടി ഉണ്ടാകുമോ? അത്തരം കാര്യങ്ങൾ ഏതായാലും ഈ 3 പേർക്കും കൂടെ ഒരുമിച്ച് ഈ സംവിധാനത്തിൽ ഇനി മുമ്പോട്ട് പോവുക എന്നുള്ളത് അസാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേവല ബലപരീക്ഷണത്തിന്റെ മാത്രം പ്രശ്നമാണോ സമൂഹത്തിന് മുമ്പിൽ ഇത്രയും? ഇതൊരു കേവല ബലപരീക്ഷണത്തിന്റെ ആര് ജയിക്കുമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം തേടൽ മാത്രമാണോ? നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെട്ടിട്ടുള്ള കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിൽ നെല്ലും പതിരും അറിയണ്ടേ? വസ്തുതയുണ്ടോ? കുറെ അധികം ആരോപണങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു, ആളുകളെ കൊന്നു കളഞ്ഞിരിക്കുന്നു, പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുകയാണ്. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ? അൻവർ കള്ളം പറഞ്ഞതാണോ അതോ വസ്തുതയുണ്ടോ? ഇതൊക്കെ കൂടി നമ്മൾ അറിയണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത് അഭിലാഷേ. ഇപ്പോൾ ഉമേഷ് ബാബു പറഞ്ഞു കൊട്ടാര വിപ്ലവമാണെന്ന്. കൊട്ടാര വിപ്ലവമാണെങ്കിൽ ഇത് അവിടെ തന്നെ നടന്നാൽ മതിയല്ലോ, അറിഞ്ഞാൽ മതിയല്ലോ. ഇതങ്ങനെയല്ല, ഇത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ മാതൃഭൂമിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേവലം കൊട്ടാര വിപ്ലവമായിട്ട് അവഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പത്തനംതിട്ടയിലേക്ക് മാറിപ്പോയ SP കാര്യം, ഇപ്പോൾ അദ്ദേഹം അവധിയിലാണല്ലോ. ആദ്യം നടപടി വാങ്ങിക്കുന്നത്, സസ്പെൻഷൻ വാങ്ങിക്കുന്നത് ആ SP ആയിരിക്കുമല്ലോ. ഉടനെ തന്നെ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തന്നെ വാങ്ങിക്കുമല്ലോ. പിന്നെ ഇന്നത്തെ ADGPയുടെ വിഷയം സംബന്ധിച്ച് DGPയോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ അക്കാര്യത്തിലും തീരുമാനം ഉണ്ടാവണം. പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കാര്യത്തിൽ അത് പാർട്ടി സംവിധാനമാണല്ലോ, പാർട്ടി പോസ്റ്റിംഗ് ആണല്ലോ. അക്കാര്യത്തിൽ അവിടെയാണ് തീരുമാനം ഉണ്ടാവേണ്ടത്. പിന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ അൻവർ ചില കൊലപാതകങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, MLA പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാവും. അന്വേഷണം ഉണ്ടാവാത്ത പക്ഷം സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളെല്ലാം ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഈ വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ വരെ പെടുത്താമല്ലോ. പ്രതിപക്ഷം പിന്നെ വളരെ വിശദമായ ഇടപെടലിന് തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരക്കാര്യത്തിൽ തുടർ ദിവസങ്ങളിൽ ശക്തമായ തീരുമാനവും നടപടിയും ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുമുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. അപ്പോൾ അത്തരത്തിൽ ഇതിങ്ങനെ വെറുതെ കൊട്ടാര വിപ്ലവമായിട്ട് അവസാനിക്കുകയല്ല. അതിൻ്റെ തുടർ ചലനങ്ങൾ വിവിധ തലങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പുമാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ അനുരണനങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അറിയാം. ചർച്ച അവസാനത്തെ 2 മിനിറ്റിലാണ്. ശ്രീ ജ്യോതികുമാർ ചമക്കല, പ്രതിപക്ഷം ഈ വിഷയം എത്രമാത്രം ഏറ്റെടുക്കും? ഒന്ന്, അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്നുള്ള സംശയം സ്വാഭാവികമായും ഉണ്ട്. പല ആരോപണങ്ങളും കടത്തിപ്പറച്ചിലുകളാകാം. 2, ഈ MR അജിത് കുമാറിന് എല്ലാ പാർട്ടികളിലും സ്വാധീനവും ബന്ധങ്ങളുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാ പാർട്ടിയിലും ബന്ധം സ്വാഭാവികമാണ്. ഞങ്ങളെ സംബന്ധിച്ച്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, ഞങ്ങൾ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ശ്രീ അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണെന്നാണ് അൻവറിൻ്റെ അവകാശവാദവും. ഏതായാലും അതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വരേണ്ടതുണ്ട്. സർക്കാർ ഇതിനെ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ, ആ IPS ഓഫീസറുടെ കോൺവെർസേഷൻ, അൻവറുമായിട്ടുള്ള കോൺവെർസേഷൻ പുറത്തു വന്നിട്ടുണ്ട്. അൻവറാണത് പുറത്തുവിട്ടിട്ടുള്ളത്. അത് അൻവർ നിഷേധിച്ചിട്ടുമില്ല. ഒരു പൊളിറ്റീഷ്യനായാലും ഒരു ഉദ്യോഗസ്ഥനായാലും അവരുടെ ഏറ്റവും അവരെ സംബന്ധിച്ചുള്ള അവരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് അവരുടെ ക്രെഡിബിലിറ്റിയാണ്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ മനസ്സ് തുറന്ന് മറ്റൊരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നത് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ എത്രമാത്രം ബാധിക്കുമെന്നുള്ളതൊക്കെ അത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേരളീയ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു IPS ഓഫീസർ തന്നെ, ഒരു ജില്ലയുടെ പോലീസ് മേധാവി തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിൽ ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് സേനയിലുണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ഒരു IPS ഉദ്യോഗസ്ഥൻ, മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ശ്രീ P വിജയനെ മൂലയിൽ ചാരാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കെട്ടുകഥകൾ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിജയനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഈ ഒരു ഭീകര രൂപമാണ്
എം.ആർ. അജിത് കുമാർ എന്ന് പറയാതെ പറഞ്ഞിരിക്കുന്നു IPS ഉദ്യോഗസ്ഥൻ. ആ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നോക്കിയാൽ നമ്മൾ അൻവറിനെ താങ്കൾ പറഞ്ഞല്ലോ, അൻവറിനെ ഓവർ എക്സൈറ്റഡായി സംസാരിക്കുന്നുണ്ട്, ആയിക്കോട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു IPS ഓഫീസർ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വോയിസ് പുറത്തു വന്നതിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പോലീസ് സേനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിൽ രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിരിക്കുന്നു, ദേശദ്രോഹപരമായ പ്രവർത്തികൾ ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ ഉത്തരം സർക്കാരിൽ നിന്നാണ് വേണ്ടത്. സർക്കാർ അത് പറഞ്ഞാൽ മതിയാവും. എന്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.